അസ്സലാമലൈക്കും ഹായ് ഓൾ എല്ലാവർക്കും മൈബൺസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖാണെന്ന് വിചാരിക്കുന്നു. ഞാൻ സോഫി. അപ്പോൾ ഇന്നത്തെ റമദാൻ വിശേഷങ്ങളുമായി ഞാൻ വീണ്ടും വന്നു. ഇന്ന് നോമ്പ് 17 ദിവസവും കഴിഞ്ഞു അല്ലേ. അങ്ങനെ നോമ്പ് എത്ര പെട്ടെന്നാണ് 17 അപ്പം ഇന്ന് 2 സ്നാക്സാണ് ഉണ്ടാക്കിയത്. പിന്നെ തരിക്കഞ്ഞി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഡിന്നറിനായിട്ട് ശരിക്കും പറഞ്ഞാലൊരു ടൊമാറ്റോ റൈസാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ചോറ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നില്ല, സെപ്പറേറ്റ് ആയിട്ട് ഞാൻ വേറെ തന്നെ വീഡിയോ ചെയ്യാം. കാരണം ഇതിലിട്ട് കഴിഞ്ഞാൽ എന്തായാലും ലെങ്ത് കൂടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേറെ തന്നെ വീഡിയോ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഇന്നത്തെ ഈ സ്നാക്കിൽ പൊട്ടാറ്റോൻ്റെ 2 റെസിപ്പിയാണ് കാണിക്കുന്നത്. നമ്മൾ ഒരുപാട് ആൾക്കാർ ഉണ്ടാക്കുന്ന കണ്ടിട്ടുണ്ട് ബട്ടർഫ്ലൈ ചിക്കൻ എന്ന് പറയുന്നത്. ഒരു സ്റ്റാർട്ടർ അല്ലെങ്കിൽ സ്നാക്കായിട്ട് നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. അപ്പം അത് ഞാൻ കുറേ ആയി ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നത്. എന്താ പറയുക, ഒരു 3-4 മാസം തന്നെയായി ശരിക്കും പറഞ്ഞാൽ ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നത്. പക്ഷെ അത് നടന്നില്ല എന്തോ. അപ്പം ഇന്ന് ഞാൻ അത് ഉണ്ടാക്കാമെന്ന് തന്നെയാണ് വിചാരിച്ചത്. പക്ഷേ ആ ഒരു ചെറിയ ചെറിയ പീസായിട്ടുള്ള ചിക്കൻ എടുക്കുന്നതിനെക്കാട്ടിലും ചിക്കൻ ഒന്ന് അരച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ ഒരു റെസിപ്പിയാണ് ഇന്നിതിൽ കാണിക്കുന്നത്. അതിൻ്റെ കൂടെ പൊട്ടാറ്റോൻ്റെ വേറൊരു റെസിപ്പിയും കൂടെ ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ചിക്കൻ പീസാക്കുന്നതിനെക്കാട്ടിലും ഞാൻ അരച്ചിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാനിപ്പം എല്ലാം കൊട്ടൊന്നും ഇല്ലാത്ത ഒരു 2-3 ബ്രസ്റ്റ് പീസ് എടുത്തിട്ടുണ്ട്. അത് മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ടിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അരച്ചെടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു 1/4 മുറിയോളം സവാളയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 3-4 വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ അതുപോലെ കുറച്ച് മല്ലിയിലയും പുതിന ഇല ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്തിട്ട് നന്നായി ഒന്നങ്ങ് അരച്ചെടുക്കുക. അപ്പോൾ എൻ്റെ ഈ ചാനലിൽ തന്നെ കുറേ റെസിപ്പീസ് ഉണ്ട് ഇതുപോലെ ചിക്കൻ അരച്ചുകൊണ്ട് സ്നാക്സ് ഉണ്ടാക്കുന്നുണ്ട്. സ്ഥിരമായിട്ട് കാണുന്ന വീഡിയോസ് കാണുന്ന ആൾക്കാർക്ക് കണ്ടാൽ മനസ്സിലാവും. ഒരുപാട് സ്നാക്സ് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അത് അടിപൊളി ടേസ്റ്റാണ് അങ്ങനെ ഉണ്ടാക്കുമ്പം. അപ്പം ഞാനിപ്പോൾ ഇത് മിക്സീൻ്റെ ചെറിയ ജാറിലാണ് ഇട്ടിട്ട് അരച്ചെടുത്തത്. ഇതിപ്പോൾ നന്നായിട്ട് അരഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് ഇതിൽ കുറച്ച് കാര്യങ്ങളും കൂടെ ചേർത്തിട്ട് വേണം ഒന്ന് മിക്സ് ആക്കിയെടുക്കാൻ. അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പം കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സ് ഒരു 2 ടേബിൾ സ്പൂണൊക്കെ വേണ്ടി വരും എടുത്തിട്ടുണ്ട്. എരിവൊക്കെ വേണമെന്നുള്ള ആൾക്കാർക്ക് ആ 2 ടേബിൾ സ്പൂൺ എടുക്കുക കേട്ടോ. അപ്പം ഞാൻ നേരത്തെ ഒരു 1/4 മുറിയോളം ഉള്ളി മാത്രമേ അരക്കുമ്പോൾ എടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ള ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് അത് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഉണ്ടെങ്കിൽ അതും അരിഞ്ഞിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ കുറച്ച് ഹേർബ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒറിഗാനോ, റോസ്മേരി. രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ട് ഒരു ടീസ്പൂണാണ് ഞാൻ ഇട്ട് കൊടുത്തത്. അതെന്താ ചെയ്യാന്ന് വെച്ചാൽ രണ്ടും കൂടെ കുറച്ച് അധികം എടുത്ത് മിക്സിയിലൊന്ന് നന്നായിട്ട് പൗഡറാക്കി എടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് ഒരു ഡബ്ബയിലിട്ട് ഫ്രിഡ്ജിൽ വെക്കാറാണ്. എന്നിട്ട് അത് വേണ്ട സമയത്ത് ഓരോ ടീസ്പൂൺ അങ്ങ് എടുക്കുക. അപ്പോൾ മിക്സായിട്ടാകുമ്പം നമുക്ക് വേറെ വേറെ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കുറച്ച് പെപ്പർ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടിയൊക്കെ കുറച്ച് മതി, ഒരു 1/4 ടീസ്പൂണൊക്കെ മതി. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 1/2 മുറി നാരങ്ങയും കൂടെ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. എല്ലാം കൂടെ നന്നായി ഒന്നങ്ങ് മിക്സാക്കി കുഴച്ചെടുക്കാം. അപ്പോൾ ഇത് കുഴക്കാൻ എനിക്ക് ചെറിയ ബൗളായതുകൊണ്ട് റെഡിയായിട്ട് കുഴഞ്ഞു വരുന്നില്ല. അപ്പോൾ ഞാൻ വേറൊരു വലിയ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് കുഴച്ചെടുക്കുക. അപ്പോൾ ബട്ടറോ നെയ്യോ ഒക്കെ ചേർത്ത് കൊടുക്കുമ്പം എന്താ പറയുക, നല്ലൊരു സിൽക്കി ഫീലിംഗ് കിട്ടും. പിന്നെ ബട്ടറിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ ഉണ്ടാവും. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു ബൈൻഡിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു ബ്രെഡ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബ്രെഡ് എങ്ങനെയാണ് ചേർക്കാമെന്ന് വെച്ചാൽ ബ്രെഡ് നന്നായിട്ട് വെള്ളത്തിലൊന്ന് മുക്കിയിട്ട് കൈകൊണ്ട് പിഴിഞ്ഞെടുക്കണം. വെള്ളം ഇല്ലാണ്ട് നന്നായി കൈകൊണ്ട് പിഴിഞ്ഞെടുത്തിട്ട് അത് ഇതിലേക്കിട്ട് കുഴച്ചെടുക്കുക. ബ്രെഡ് അല്ലെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂണൊക്കെ മൈദപ്പൊടി ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ കടലമാവ് ചേർത്ത് കൊടുക്കുക. ബ്രെഡ് ആകുമ്പം ആ ഒരു ക്രിസ്പി ടേസ്റ്റ് കിട്ടും. എല്ലാം കൂടെ നന്നായി കുഴച്ചെടുത്തിട്ട് ഞാനിപ്പോൾ ഇത് അടച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട്. നോമ്പ് തുറക്കുന്ന സമയമാകുമ്പം എടുത്ത് പുറത്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഈ ഒരു സ്നാക്കിന് വേണ്ടിയിട്ട് ബട്ടർഫ്ലൈ ചിക്കൻ ആണല്ലോ. അപ്പം ബട്ടർഫ്ലൈൻ്റെ ആ ഒരു ഇത് കിട്ടുന്നത് പൊട്ടാറ്റോയിലാണ്. പൊട്ടാറ്റോ ഒന്ന് നന്നായിട്ട് സ്ലൈസ് ചെയ്തെടുക്കാം. ഗ്രേറ്റർ യൂസ് ചെയ്തിട്ട് സ്ലൈസ് ചെയ്തെടുക്കുക. അതല്ലെങ്കിൽ ഏറ്റവും നേർമയായിട്ട് അരിഞ്ഞെടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ എടുക്കാം. തടിയായി കഴിഞ്ഞാൽ നമുക്കതൊന്ന് ഫോൾഡ് ചെയ്യാൻ കുറച്ച് പണിയായിരിക്കും, മുറിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് നേരിയതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ അങ്ങനെ പൊട്ടാറ്റോ ഞാനിപ്പം സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഉപ്പിട്ട വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്ത് വെക്കണം, ഉപ്പൊന്ന് അതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് സമയം വെച്ചാൽ മതി. അപ്പോൾ അതൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതൊന്ന് പൊരിക്കുന്ന സമയത്ത് നമുക്ക് പുറത്തെടുക്കാം. ഇതിപ്പം രണ്ടാമത്തെ സ്നാക്ക് എന്ന് പറയുന്നത് ബ്രെഡ് വെച്ചിട്ട് ബ്രെഡ് പൊട്ടാറ്റോ സാൻഡ്വിച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പം ബ്രെഡ് ഞാനിപ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഇത് പൊട്ടാറ്റോൻ്റെ സാൻഡ്വിച്ച് എന്ന് പറയുന്നത് ഒന്ന് മുക്കി പൊരിക്കണം. അപ്പം മുക്കിയെടുക്കാനുള്ളൊരു ബാറ്റർ ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പം കുറച്ച് മൈദ ഒരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഒരു മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ചിട്ട് നന്നായി ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. മിക്സാവുന്ന ഒരു നല്ല ടൈറ്റായിട്ടുള്ളൊരു ബാറ്റർ ആവാനായിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് വേണം നമ്മളിത് മിക്സാക്കി എടുക്കാൻ, ഒരു ബാറ്ററാക്കി എടുക്കാൻ. ഒരുപാട് ലൂസായി പോകരുത്.
പിന്നെ ഇതിലേക്ക് കുറച്ച് എരിവിന് വേണ്ടിയിട്ട് പച്ചമുളകിൻ്റെ പേസ്റ്റ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. ഇഞ്ചീൻ്റെയൊക്കെ ടേസ്റ്റ് ഈ ഒരു ബാറ്ററിൽ അടിപൊളിയായിരിക്കും. പച്ചമുളകിൻ്റെ പേസ്റ്റ് എന്ന് പറയുമ്പം ഞാൻ കുറച്ച് പച്ചമുളക് ആദ്യമേ അങ്ങനെ മിക്സിയിൽ ക്രഷ് ചെയ്തെടുത്ത് വെച്ചിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കി ഫ്രീസറിൽ വെക്കുന്നതാണ്. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് കറിയിലും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഇട്ട് കൊടുക്കാൻ ഈസി ആയിരിക്കും. പിന്നെ കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും അരിഞ്ഞിട്ട് കൊടുത്തിട്ട് നന്നായി മിക്സാക്കി എടുക്കാം. അപ്പം നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം ഇതിന് വേണ്ടി പൊട്ടാറ്റോൻ്റെ ഒരു മിക്സ് റെഡിയാക്കണം. അതിനായിട്ട് ഞാനിപ്പം പൊട്ടാറ്റോ ഒന്ന് നന്നായിട്ട് ബോയിൽ ചെയ്തിട്ടുണ്ട്. 2 പൊട്ടാറ്റോ ഉപ്പിട്ടിട്ട് നന്നായി അങ്ങ് വേവിച്ചെടുത്തിട്ടുണ്ട്. അതിപ്പോൾ ഉടച്ചെടുക്കുക, നന്നായിട്ട് അങ്ങ് ഉടച്ചെടുക്കണം, കട്ടയൊന്നും ഇല്ലാണ്ട്. എന്നിട്ടൊരു ബൗളിലേക്ക് ഇട്ടിട്ട് ഇതിലേക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ ചേർത്ത് കൊടുക്കാനുള്ളത്. ഞാനിപ്പോൾ 1 ടീസ്പൂൺ ഷെസ്വാൻ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു മീഡിയം വലിപ്പത്തിലുള്ള ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ആ ഉള്ളിക്കൊക്കെ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ, നമ്മൾ പൊട്ടാറ്റോ വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തതാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക. പൊടികളൊന്നും ഞാനിതിൽ ചേർക്കുന്നില്ല. ആ റെഡ് ചില്ലി ഫ്ലേക്സ് മാത്രമേ ഇതിൽ എരിവിനായിട്ട് ചേർക്കുന്നുള്ളൂ. പച്ചമുളക് വേണമെങ്കിൽ ചേർത്താൽ മതി. എല്ലാം കൂടെ ഇട്ട് നന്നായി മിക്സാക്കി എടുക്കുക. നമ്മുടെ പൊട്ടാറ്റോൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് ബ്രെഡിലൊന്ന് സ്റ്റഫ് ചെയ്ത് വെക്കണം. അപ്പം ഞാനിപ്പം ബ്രെഡ് ഇങ്ങനെ കോണായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്, ഡയഗണലായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിലേക്കാണ് നമ്മളിത് സ്റ്റഫ് ചെയ്യുന്നത്. ഒരു ബ്രെഡ് ഫുള്ളായിട്ട് വേണമെങ്കിൽ ചെയ്യാം, എന്നിട്ട് ഹാഫായിട്ട് കട്ട് ചെയ്താൽ മതി. അപ്പം ഞാൻ ആദ്യമേ അങ്ങനെ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പം നമ്മുടെ പൊട്ടാറ്റോൻ്റെ മിക്സിലേക്ക് ഞാനിപ്പം കുറച്ച് നാരങ്ങൻ്റെ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്, അടിപൊളി ടേസ്റ്റ് ആവാൻ വേണ്ടിയിട്ട്. എല്ലാം കൂടെ മിക്സാക്കിയിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. നമ്മൾ ആ ഒരു ബ്രെഡിൻ്റെ പീസിൽ സ്റ്റഫ് ചെയ്ത് വെക്കാൻ കണക്കായിട്ടുള്ള ബോൾസ് ആക്കി എടുക്കാം. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു ബ്രെഡിൻ്റെ പീസ് എടുത്തിട്ട് ഇതേപോലെ ഒരു സൈഡിൽ ആ ഒരു ബോൾ വെച്ച് നന്നായിട്ട് അങ്ങ് പ്രസ് ചെയ്ത് ആ ഒരു ബ്രെഡിൻ്റെ കണക്കിന് തന്നെ അങ്ങ് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇതേപോലെ അങ്ങനെ അങ്ങ് ലെവൽ ചെയ്ത് കൊടുക്കുക. ഒരു സൈഡ് മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു പൊട്ടാറ്റോൻ്റെ മിക്സിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ചാട്ട് മസാല, കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അങ്ങനെയുള്ള പൊടികൾ ചേർത്ത് കൊടുക്കുക. ചിക്കൻ പൊരിച്ചിട്ട് അത് ചേർത്ത് കൊടുക്കുക. അങ്ങനെ പൊട്ടാറ്റോൻ്റെ മിക്സ് ഞാനിപ്പം ബ്രെഡിൽ എല്ലാത്തിലും അങ്ങനെ അങ്ങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ആ ഒരു കൂട്ടിൽ മുക്കിയിട്ട് അങ്ങ് പൊരിച്ചെടുക്കണം. അപ്പോൾ അതൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം, കാരണം ചൂടോടുകൂടി ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോഴേക്കും ഞാനിപ്പോൾ ഇവിടെ നാസ്തക്ക് വേണ്ടിയിട്ടുള്ള ചോറ് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ രാത്രിക്കേക്ക് ടൊമാറ്റോ റൈസാണ് ഉണ്ടാക്കിയത്. അപ്പം ഈ ഒരു വീഡിയോ മിസ് ചെയ്യരുത്, കാരണം ഇതിലെനിക്ക് ഈ ഒരു വീഡിയോയും കൂടെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്. കാരണം ഭയങ്കര ലെങ്തി ആയി പോവും. അപ്പം എന്താ പറയുക, അത് ലോഡ് ചെയ്ത് വരാനൊക്കെ ടൈമും എടുക്കും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിലിടാത്തത്. അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കും. അപ്പോൾ വീഡിയോ എന്തായാലും കാണണേ. അപ്പോൾ അങ്ങനെ ചോറും എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം സ്നാക്സൊക്കെ പൊരിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിപ്പം ബട്ടർഫ്ലൈ ചിക്കന് വേണ്ടിയിട്ടുള്ള ആ ഒരു മിക്സ് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്നങ്ങ് കുഴച്ചെടുക്കുക. കുഴച്ചെടുത്തതിന് ശേഷം ഇത് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കണം. ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള ബോളൊക്കെ ആക്കിയാൽ മതി, കാരണം നമ്മൾ ആ ഒരു സ്ലൈസ് ചെയ്ത പൊട്ടാറ്റോൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുന്ന ആ ഒരു വലിപ്പത്തിലുള്ള ബോൾ മതി. അങ്ങനെ ബോളാക്കി എടുത്തതിനെ ഇതേപോലെ ചെറിയൊരു ഷേപ്പാക്കി എടുത്തിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു സ്ലൈസ് പൊട്ടാറ്റോ എടുക്കുക, എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു ടൂത്ത് പിക്ക് എടുത്തിട്ട് ഇതങ്ങ് കുത്തി കൊടുക്കുക. വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുത്തി കൊടുക്കുന്നത്. പിന്നെന്താ ചെയ്യുക, ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ പൊട്ടാറ്റോ നമ്മൾ സ്ലൈസ് ചെയ്തത് അധികം നേരിയതായി പോയിട്ടുണ്ടെങ്കിൽ 2 എണ്ണമൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഫ്രൈ ചെയ്യുന്ന സമയത്ത് പൊട്ടാറ്റോ നന്നായിട്ടങ്ങ് ഫ്രൈ ആവും, ഈ ചിക്കൻ്റെ മിക്സ് ഫ്രൈ ആയി വരികയില്ല. അപ്പോൾ അതുകൊണ്ട് 2 പൊട്ടാറ്റോ ഒക്കെ വെച്ചിട്ട് കൊടുക്കുക. ഞാനിപ്പോൾ അങ്ങനെ എല്ലാം റെഡിയാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പം കുറച്ച് അങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിപ്പം എണ്ണയിലിട്ട് അങ്ങ് പൊരിച്ചെടുക്കാം. അപ്പം എണ്ണ നന്നായി ചൂടാക്കി എടുത്തിട്ടുണ്ട്. എണ്ണ ഒരു മീഡിയം ചൂടായാൽ മതി കേട്ടോ. നന്നായിട്ട് ചൂടായി വന്ന ഇതിലേക്ക് ഞാനിപ്പോൾ ആദ്യം ബ്രെഡ് സാൻഡ്വിച്ചാണ് പൊരിച്ചെടുക്കുന്നത്. ആദ്യം ആ കൂട്ടിലേക്ക് നന്നായിട്ട് അങ്ങ് മുക്കിയെടുക്കുമ്പം ശ്രദ്ധിക്കണം, ബ്രെഡൊക്കെ അങ്ങ് മുറിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് സാവധാനത്തിൽ മുക്കിയെടുത്താൽ മതി.
കൈ കൊണ്ട് തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത്. സ്പൂണൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി സൈഡിൽ നിന്നൊക്കെ അങ്ങ് വിട്ടുപോകും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. എന്നിട്ട് ചൂടായ എണ്ണയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതൊരു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇനി അങ്ങോട്ട് വെച്ചിട്ട് നന്നായിട്ട് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു സൈഡ് ഒന്ന് നന്നായി കളറായി വന്നു, ഒന്ന് മൂത്ത് വന്നു, ഒന്ന് പൊരിഞ്ഞു വന്നു എന്ന് കണ്ട് അടുത്ത ഭാഗം അങ്ങ് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് എന്താ പറയുക, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. പിന്നെ ഇതേപോലെ ഇങ്ങനെ കൂട്ടിൽ മുക്കി പൊരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഒരു മുട്ട നന്നായി ബീറ്റ് ചെയ്തിട്ട് ആ ഒരു പൊട്ടാറ്റോൻ്റെ മിക്സ് ഉണ്ടല്ലോ അതിൽ മാത്രം കോട്ട് ചെയ്തിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുത്താലും മതി. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ ബ്രെഡ് സാൻഡ്വിച്ച് പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ബട്ടർഫ്ലൈ ചിക്കൻ അങ്ങ് പൊരിച്ചെടുക്കുക. അപ്പോൾ ഇത് പൊരിച്ചെടുക്കുമ്പോഴും തീ ഒരുപാട് അങ്ങ് കൂട്ടി വെക്കേണ്ട, ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പൊരിച്ചാൽ മതി. കാരണം ഒരു ചിക്കൻ്റെ മിക്സും പൊരിയാനുണ്ട്, നമ്മുടെ പൊട്ടാറ്റോവും ഫ്രൈ ആവണം. അപ്പോൾ ഒരു 5-6 ഒരുമിച്ച് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടങ്ങ് പൊരിച്ചെടുക്കാം. ഇനിയിപ്പം ബാക്കിയുള്ളതും കൂടെ അങ്ങനെ അങ്ങ് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇത് പൊരിക്കുമ്പം ആ പൊട്ടാറ്റോൻ്റെ സൈഡിൽ വരുന്ന ഭാഗവും നന്നായിട്ട് ഫ്രൈ ആവണം. അതിനായിട്ട് പൊട്ടാറ്റോൻ്റെ സൈഡും കുറച്ച് സമയം എണ്ണയിൽ വെച്ചിട്ട് അങ്ങ് പൊരിച്ചെടുക്കണേ. അങ്ങനെ പിന്നെ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം ഡ്രിങ്ക്സിന് വേണ്ടിയിട്ട് തരികാച്ചാന്നാണ് വിചാരിച്ചത്. അപ്പോൾ അതിനായിട്ട് എല്ലാവർക്കും അറിയുന്ന റെസിപ്പി തന്നെയാണ്. ഞാനിപ്പോൾ ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കുഞ്ഞുള്ളിയാണ് അരിഞ്ഞ് ചേർക്കേണ്ടത്. കുഞ്ഞുള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഒരു 1/4 മുറിയോളം വലിയ ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2-3 ഏലക്കായും കൂടെ ചതച്ചിട്ട് കൊടുക്കാം. നന്നായി മിക്സാക്കിയിട്ട് ഇതൊന്ന് മൂത്ത് വരുമ്പം ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിപ്പം ഒരു പാക്കറ്റ് പാലങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എല്ലാം കൂടെ നന്നായി ഒന്നങ്ങ് മിക്സാക്കി എടുക്കണം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണിൻ്റെയും കുറച്ച് ഉപ്പങ്ങ് ചേർത്ത് കൊടുക്കാം. മധുരത്തിന് വേണ്ടിയിട്ടുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായി ഒന്നങ്ങ് മിക്സാക്കി എടുക്കണം. ഇനി ഈ പാലൊന്ന് ചൂടായി വരണം. അപ്പോൾ പാല് നന്നായി ചൂടായി വരുമ്പോഴേക്കും പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റാവും. ഒന്നങ്ങ് ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം. നമ്മൾ തരി എന്ന് പറയും. അപ്പോൾ തരി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കിയിട്ട് ഇനി അങ്ങ് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്ക് തരി ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കരുത്. ഒരു 3 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 4 ടേബിൾ സ്പൂണാണ് ഞാനിപ്പോൾ ഒരു പാക്കറ്റ് പാലിന് എടുത്തത്. റവ ഇത് ഓൾറെഡി അങ്ങ് വറുത്തെടുത്തിട്ടുള്ള റവയാണ്. ഞാൻ സാധാരണ വാങ്ങി കഴിഞ്ഞാൽ അന്നേരം തന്നെ അങ്ങ് വറുത്ത് വെക്കും. അപ്പോൾ അങ്ങനെയുള്ള റവയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. എല്ലാം കൂടെ നന്നായി മിക്സാക്കി എടുക്കാം. പിന്നെ ഇങ്ങനെ റവ ചേർത്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്നങ്ങ് ഇളക്കി കൊടുത്തിട്ട് തിളപ്പിച്ചെടുക്കണം. അങ്ങനെ 1-2 തവണ നന്നായി തിളച്ച് വരുമ്പോഴേക്കും നമ്മുടെ റവ അത്യാവശ്യം അങ്ങ് വെന്ത് വരും. പാലൊക്കെ ചെറുതായിട്ടൊന്ന് കുറുകി തുടങ്ങും. അപ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ തരി കാച്ചിയത് റെഡി ആയിട്ടുണ്ട്. നല്ല മണമുണ്ട്, നല്ല പാലിൻ്റെ ടേസ്റ്റ് ഉണ്ട്, നെയ്യിൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ട്, അടിപൊളിയായിട്ടുണ്ട്. അങ്ങനെ ഇന്നത്തെ നോമ്പുതുറൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കണ്ടു. 2 ടൈപ്പ് ഓഫ് സ്നാക്സും പിന്നെ തരി കാച്ചിയതും നമ്മുടെ ടൊമാറ്റോ റൈസുമാണ് ഇന്ന് ഉണ്ടാക്കിയത്. അപ്പം ടൊമാറ്റോ റൈസിൻ്റെ റെസിപ്പി ഞാൻ ഉടനെ തന്നെ വീഡിയോ പോസ്റ്റ് ചെയ്യാം. പിന്നെ ഈ വീഡിയോസ് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണണേ. അപ്പോൾ പുതിയ പുതിയ റെസിപ്പീസും ടിപ്സും വ്ളോഗ്സും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ കീപ്പ് വാച്ചിങ് മൈമൂൺസ് കിച്ചൺ. ടേക്ക് കെയർ ആൻഡ് ബൈ. താങ്ക് യു.